ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാംഗ്ലൂരിലെ നല്ല അടിപൊളി ചിക്കനും മട്ടൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിലാണ്, ശിവാജി മിലിറ്ററി ഹോട്ടൽ. സ്ഥലം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഗൂഗിൾ മാപ്സിൽ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ കൃത്യമാണ്. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയും അതുപോലെ തന്നെ ഏറ്റവും ലെഗസി ഉള്ള ഒരു ബിരിയാണി കടയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. സത്യത്തിൽ ഇവിടെ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ തിരക്കിന് ശേഷമുള്ള ഫുഡില്ലായ്മ കൊണ്ട് തന്നെ പലപ്പോഴും നിരാശയുടെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ലെഗസിയുടെ പേരിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിൻ്റെ പേരിലല്ല ഈ ഹോട്ടൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കല്യാണ വീട്ടിലെ ഊണ് വരിക എന്നാണ് ഇത് ബാംഗ്ലൂർ മലയാളികളിൽ അറിയപ്പെടുന്നത്. മറ്റതുകൊണ്ടല്ല, നമുക്ക് റെസ്റ്റോറൻറ്റിൽ സീറ്റ് കിട്ടണമെങ്കിൽ നമ്മളായിട്ട് തന്നെ മറ്റുള്ളവരുടെ സീറ്റിലെ പിന്നിൽ പോയി സീറ്റ് പിടിച്ച് നിന്നാൽ മാത്രമേ നമുക്കൊരു സീറ്റ് കിട്ടുള്ളൂ. പലവട്ടം വന്ന ക്ഷീണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ ഈ കോർണറിലേക്ക് മാറി നിൽക്കുന്നത്. വെറുതെ കന്നടക്കാർക്കൊരു പണി ഉണ്ടാക്കേണ്ടെന്ന് ഓർത്ത് തന്നെയാണ് ഞങ്ങൾ കുറച്ച് പേരും കൊണ്ട് മാറി തന്നെ നിന്നത്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജൻഡറി മട്ടൻ ബിരിയാണി തന്നെയാണ്. അതുപോലെ തന്നെ മട്ടൻ്റെ ചിക്കൻ്റെ പല വെറൈറ്റി സാധനങ്ങളുണ്ട്. കേരളം വിട്ട് പുറത്ത് എവിടെ പോയാലും ഈ ഒരു കാഴ്ച വളരെ സാധാരണ തന്നെയാണ്. ഒരുപക്ഷെ ഈ കോർണർ തന്നെ സെലക്ട് ചെയ്തുകൊണ്ടാവണം ഞങ്ങൾക്ക് വളരെ തിരക്ക് അനുഭവപ്പെടാത്തത്. ഇവിടെ പാർസൽ സർവീസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ക്യൂ ആണ് അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. അതാണ് ഇവിടുത്തെ മാനേജ്മെൻ്റ് കുഴപ്പം. അങ്ങനെ ആറ്റുനോട്ട് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതാ കാര്യങ്ങളൊക്കെ പടാഫട്ട് പോലെ തന്നെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇല വന്നു. ഇല തുറന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഒരു കുട്ടി ഇലയായി പോയെന്ന്. കുഴപ്പമില്ല, അവിടെ തണ്ണൻ നമുക്ക് മാറ്റി തന്നു. ഇലയിട്ട ശേഷം ഒരു സർപ്രൈസ് എൻട്രി പോലെ അവർ ആദ്യം സെർവ് ചെയ്തത് അവിടെ ഒരു മട്ടൻ ഗ്രേവിയാണ്. നമ്മൾ ഈ കോർണർ സീറ്റ് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബാക്ക് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ബാക്കിലൂടെ വന്ന് നമുക്ക് ഇത് സെർവ് ചെയ്യേണ്ട ആവശ്യം വന്നത്. എന്തായാലും നമുക്ക് സീറ്റ് കിട്ടി സന്തോഷപൂർവ്വം തന്നെ നമ്മളീ കാണും. അതാ വീണ്ടും വെള്ളം എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ കീഴ്വഴക്കം തുടങ്ങുകയാണ്. 100ഓളം വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റിൻ്റെ വാഴയിൽ ഇത്തിരി മുഷിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിക്കും മുഷിപ്പുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾ ഇതിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ആദ്യം പറഞ്ഞ തിക്ക് ഗ്രേവി ഒന്ന് കുടിച്ചു നോക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ആ സ്പൈസസ് വളരെ കയറിയിരിക്കാന്നാണ് സത്യം. വീണ്ടും ഡിപ്പും സ്വിപ്പും കുടിക്കാൻ വേണ്ടിയാണ് ഈ ട്രൈ ചെയ്യുന്നത്. പിന്നീട് സലാഡും അതിനുശേഷം അവർ സൈഡ് ഡിഷസും കൊണ്ടുവന്നു. മട്ടൺ ആൻഡ് ചിക്കൻ ഡിഷസാണ് ഓപ്ഷൻ. നമ്മൾ ആഗ്രഹിച്ചതും ചോദിച്ചതും മട്ടൺ ആണെങ്കിലും നമുക്ക് കിട്ടിയത് ചില്ലി ചിക്കൻ തന്നെയാണ്. ചില്ലി ചിക്കൻ്റെ ഗ്രേവിയും ആദ്യം കിട്ടിയ ഗ്രേവിയും ഒരേ കൺസിസ്റ്റൻസി തന്നെയായിരുന്നു, നല്ല തിക്കായിട്ട്. അതുപോലെ തന്നെ ചിക്കൻ വെൽ കുക്ക്ഡാണ്. ബിരിയാണി സെർവ് ചെയ്ത് ചോദിച്ചപ്പോഴാണ് ആ നിർഭാഗ്യാവസ്ഥ അറിഞ്ഞത്. മട്ടൻ ബിരിയാണി തീർന്നു ഗൈസ്. സോ നമ്മൾ ചിക്കൻ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അവസാനം ബിരിയാണിയും വന്നു. ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്നത് വെറുതെ അല്ല. ബിരിയാണിയുടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ടോപ്പ് നോച്ചാണ്. അടുത്ത തവണയും ഇങ്ങനെ ഒരു ക്യൂവിൽ നിന്നും ഇത്രയും വെയിറ്റ് ചെയ്ത് കഴിക്കാൻ ഞാൻ റെഡിയാണ്. യാതൊരു ആഡംബരവുമില്ലാത്ത ഒരു സാധാരണ ഹോട്ടൽ എത്ര രുചികരമായിട്ടാണ് ബിരിയാണി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സത്യത്തിൽ സാധാരണക്കാരൻ്റെ ഹോട്ടൽ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഹോട്ടൽ തന്നെയല്ലേ. ഡൊണ്ണെ ബിരിയാണിയുടെ ടേസ്റ്റിനപ്പുറം സത്യത്തിൽ ഒരു നോർത്ത് ഇന്ത്യൻ കന്നഡ മിക്സ് തന്നെയാണ് ഈ ബിരിയാണി എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെർത്താണ് ഈ ബിരിയാണി എന്നുള്ളത്. സത്യത്തിൽ ഇത് തന്നെ മറ്റൊരു ഹാപ്പിനെസ് അല്ലേ, ഒരു ക്വാളിറ്റി ബിരിയാണി, അത് ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ. 100 വർഷത്തോളം പഴക്കമുള്ള ഈ ഹോട്ടലിന് ശിവാജി മിലിറ്ററി ഹോട്ടൽ എന്ന പേര് പറയാൻ കാരണം മറ്റൊരു വലിയ കഥ തന്നെയാണ്. ബാംഗ്ലൂരിലൊരു കണ്ടോൺമെൻറ്റ് ഏരിയയിലായിരുന്നു പട്ടാളക്കാർ നോൺ വെജ് ഫുഡ് തേടി നടക്കുന്നത്. അവർക്ക് വേണ്ടി മറാത്ത ആർമി നോൺ വെജ് സെർവ് ചെയ്യുന്ന ഹോട്ടലുകൾ തുടങ്ങി. സാധാരണക്കാർ അതിനെ മിലിറ്ററി ഹോട്ടലിൽ വിളിച്ചു തുടങ്ങി. ആ കൂട്ടത്തിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് പോപ്പുലർ ആണ് ഈ ശിവാജി മിലിറ്ററി ഹോട്ടൽ. തുടങ്ങിയത് 1908 ഇപ്പോൾ 100 വർഷത്തോളം പഴക്കമുണ്ട് ഹോട്ടൽ. ബിരിയാണി മാത്രമല്ല ഇവിടെ സെർവ് ചെയ്യുന്നത്, ബിരിയാണിക്കൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ ലഭ്യമാണ്. സംഭവം തിരക്കെല്ലാം കഴിഞ്ഞപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള ആ മനുഷ്യനായിട്ടും സംസാരിക്കാൻ സമയം കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും യുദ്ധഭൂമിയിലെ ഭടന്മാരെ പോലെ പെരുമാറായിരുന്നു. അതാ പരസ്പരം മനസ്സിലാക്കിയും പരിചയപ്പെട്ടു വന്നപ്പോഴേക്കും സമയം അല്പസ്വല്പം വൈകി. അദ്ദേഹമാണെങ്കിൽ ഈ ബിരിയാണിക്ക് വേണ്ടി ഇന്നലെ മുതലേ പട്ടിണി കിടക്കായിരുന്നു. തിങ്സ് പീപ്പിൾ ഡു ഫോർ ദ ക്രേവിങ്സ്.
നന്ദി, നമസ്കാരം. Actually, I had yesterday afternoon, okay. To have here, I didn't eat food till from morning.